മാന്യസദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ഊർജ പ്രതിസന്ധികളും ഊർജ ഉപയോഗങ്ങളും എന്നതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം വളരെയധികം ജനസംഖ്യ വളരെയധികം കൂടുതലുള്ള രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പേർക്കുള്ള ഊർജവും സ്രോതസ്സും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണ ഊർജങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെട്രോളിയം, കൽക്കരി, നമുക്കറിയാം വിൻഡ്, കാറ്റ് വൈദ്യുതി, ജലവൈദ്യുതി എന്നീ പല വൈദ്യുതികളും ഊർജങ്ങളും നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ വളരെയധികം ജനസംഖ്യ കൂടുതൽ തന്നെയാണ്. അപ്പോൾ കൽക്കരി തന്നെ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. അങ്ങനെ ഓരോ വർഷവും കൽക്കരി തീർന്നത് 350 കോടി ടണ്ണാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇനി കൽക്കരിയൊന്നും കാണാൻ കൂടെയും കഴിയില്ല എന്ന് പറയാൻ കഴിയും. കാരണം ഇനി 50 വർഷം കഴിയുകയാണെങ്കിൽ കൽക്കരിയൊന്നും ഇല്ലാതെ ഒരവസ്ഥയായിരിക്കും ഇനി ഉണ്ടാവുക എന്നത്. അതുപോലെ തന്നെയാണ് പെട്രോളിയത്തിന്റെ കാര്യമായാലും. ഇപ്പോൾ നമുക്കറിയാം, ഭൂമിയിൽ എല്ലായിടത്തും വണ്ടികളുണ്ട്, എല്ലാവർക്കും വാഹനങ്ങളുമുണ്ട്. ഇപ്പോൾ ഓരോ വീട്ടിലും ഓരോ വാഹനമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇത് ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അത്രയും വളർന്നിരിക്കുകയാണ് നമ്മുടെ ഭൂമി ഇപ്പോൾ. പക്ഷേ അതിനോടൊപ്പം ഊർജം നമുക്ക് ലഭിക്കാനുള്ള വളരെയധികം കുറവ് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത് എന്ന് പറയാം. കാരണം ഇപ്പോൾ ഓരോ ദിവസവും മനുഷ്യർ കത്തിച്ചു തീർക്കുന്ന പെട്രോളിയം എന്ന് പറയുന്നത് വളരെയധികം കൂടുതൽ തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി പലയിടങ്ങളിലോട്ടും പല സ്ഥലങ്ങളിലോട്ടും ഒക്കെ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്രോളിയത്തിന്റെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോളിയം ഇതുപോലെ കൽക്കരി പോലെ തന്നെ ആവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് അതിനു പോവുകയാണെങ്കിൽ നമ്മുടെ ഊർജ്ജ സ്രോതസ് തന്നെ ഇല്ലാണ്ടാകും. അങ്ങനെ നമ്മുടെ ഭൂമി നിശ്ചലാവസ്ഥയിലാവുകയും നമ്മളും നിശ്ചലാവസ്ഥയിലാവുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ പെട്രോളിയത്തിന്റെയും കൽക്കരിയുടെയും മറ്റ് വൈദ്യുതിയുടെയും ഒക്കെ ലഭ്യതക്കുറവ് വളരെയധികം ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ജനസംഖ്യയുടെ വർധനവ്, മരണനിരക്കിന്റെ കുറവ്, ആഡംബര ജീവിതം, ഓരോ വീട്ടിലും ഓരോ വാഹനങ്ങൾ എന്നിവയൊക്കെ ആയിട്ട് വളരെയധികം മോശമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഊർജ സ്രോതസ് ഇപ്പോൾ പോകുന്നതെന്ന് പറയാൻ കഴിയും. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആവശ്യത്തിന് മാത്രം വാഹനങ്ങൾ ഉപയോഗിക്കുക. ഒരിക്കലും കൽക്കരി പോലുള്ള പെട്രോളിയവും മറ്റു പല വൈദ്യുതിയും ഒന്നും വളരെ വേസ്റ്റ് ആക്കി കളയരുത്. അതൊക്കെ വളരെയധികം ഉപകാരമുള്ളവയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ പല പെട്രോളിയവും കൽക്കരിയും ഒന്നും കാണാൻ തന്നെ കഴിയുകയില്ലായിരിക്കും. നമ്മൾ ഇങ്ങനെയെല്ലാം അടിച്ചു തീർക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനസംഖ്യ വളരെയധികം കൂടുതൽ തന്നെയാണ്. അപ്പോൾ 2030 പോകുമ്പോൾ അത് 1000 കോടി കവിയും എന്നതിന് ഒരു സംശയവും വേണ്ട. അപ്പോൾ അത്രയും മനുഷ്യർക്കുള്ള ഊർജം കണ്ടെത്താൻ വളരെയധികം പ്രയാസമായിരിക്കും. അപ്പോൾ വരും തലമുറയ്ക്ക് വളരെയധികം അത് മോശമായി തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വേണ്ടായിനുമായി ഒരിക്കലും വണ്ടികളും മറ്റു വാഹനങ്ങളും ഒന്നും ഓടിച്ച് പെട്രോളിയവും മറ്റൊന്നും തീർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.